guys, new discovery മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലൈബീരിയയിലെ ഒരു ഫുഡ് സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ ലൈബീരിയയിലെ ഒരു പ്രധാനപ്പെട്ട ഫുഡ് സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ ഫുഡുകൾ കിട്ടുന്നു, അതൊക്കെ എന്തൊക്കെ ടേസ്റ്റുകൾ അവൈലബിൾ ആണെന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൊൺറോ ചിക്കൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിംഗോറിലാണ്, സിംഗോർ ഫസ്റ്റ് സ്ട്രീറ്റ്. UN ഹെഡ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പം അവിടെയാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ വന്ന് കാണുന്നത് നേരെ കുട്ടികൾ കളിക്കാനുള്ളൊരു സ്പോട്ടാണ്. ഓക്കെ, കിഡ്സ് കോർണറാണ്. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട്. ഇതായി കാണുന്നതൊക്കെ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഇവിടെ പറയുമ്പോൾ 2 സെക്ഷൻ ഉണ്ട്. അതായത് ഒന്ന് ഫ്രൈഡ് ചിക്കൻ്റെ ഒരു സെക്ഷനും ഉണ്ട് ഇവർക്ക്, പിന്നെ ഒരു നോർമൽ റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പോൾ രണ്ട് നിലകളാണ് വരുന്നത്. അത് ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ്റെ സെക്ഷനാണ്, സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഇവരുടെ റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിൽ പോകാം. നമ്മൾ റെസ്റ്റോറൻറ്റിലെ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്തത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, വാ. ഇതാണ് ഇവരുടെ ഈ ഫ്രൈഡ് ചിക്കൻ്റെ സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഇല്ല, ഇവിടെ നമുക്ക് മറ്റൊരു ദിവസം വരാം. നമുക്ക് നേരെ ഇവരെ മുകളിലുള്ള സെക്ഷനിലേക്ക് പോകാം. ആദ്യത്തെ ഫ്രൈഡ് ചിക്കൻ്റെ സെക്ഷനിലുള്ളത് ആകപ്പാട് ഫ്രൈഡ് ചിക്കൻ മാത്രമേ ഉള്ളൂ അവിടെ അവർ സെർവ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പം മുകളിൽ റെസ്റ്റോറൻ്റാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡ് കിട്ടും അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അവിടേക്ക് പോകുന്നത്. റെസ്റ്റോറൻറ്റ് കാലിയാണ് ഇപ്പം, കാരണം ഇന്നിപ്പം ഉച്ച കഴിഞ്ഞുള്ളൂ ഇവിടെ. അപ്പം ഇന്ന് പ്രത്യേകിച്ച് വീക്കെൻഡുമാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഉള്ളൂ ഒന്ന് ഇവിടേക്കൊന്ന് തിരക്കാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. ഹാരി വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് ഓൾറെഡി. ദർശു ഹാരി. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സിൽ ഡ്രിങ്ക്സ് അടക്കം അവൈലബിൾ ആയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം, അതുപോലെ തന്നെ ഫുഡും കഴിക്കാം. അതിനാണ് ലൈബ്രറിയിലൊരു സിസ്റ്റം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ് എന്താണോ നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ അതെല്ലാം ഓർഡർ ചെയ്യാം. ബിയർ എല്ലാം അവൈലബിൾ ആയി. നമുക്ക് അങ്ങനെ ഒരു മെനു കൊണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് മെനു ഒക്കെ നോക്കാം. ഇവിടെ ഒരുവിധം എല്ലാ രീതിയിലുള്ള ഫുഡും ഉണ്ട്. കൂടുതലും ലെബനീസ് സ്റ്റൈൽ ഫുഡുകളാണ്, അവരുടെ ഒരു സ്റ്റൈലാണ് കൂടുതൽ. ഇതൊരു ലെബനീസ് റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ലെബനീസ് ഫുഡുകളാണ് കൂടുതലുള്ളത്. നമുക്ക് നമ്മുടേതായ കുറേ ഫുഡുകൾ വേറെ ഉണ്ട്. ഷവർമ, അതുപോലെ തന്നെ ഇങ്ങനത്തെ റോളുകൾ, അതുപോലെ തന്നെ സാൻഡ്വിച്ചുകൾ, ബർഗർ, ഇങ്ങനത്തെ എല്ലാ ഐറ്റം ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ പിന്നെ ചാർക്കോൾ ചിക്കൻ എന്നൊക്കെ പറയും, അതായത് നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ, അതേപോലെ തന്നെ അൽഫാം, ഇങ്ങനത്തെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെ ഉണ്ട് മെനുവിൻ്റെ അത്. അപ്പം ആദ്യം മെനു നോക്കുകയാണ്. ഫുഡ് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്താ കഴിക്കേണ്ടതെന്നുള്ളത്. നീ ആ മെനുവിൽ നോക്കാം, അല്ലെങ്കിൽ അവരെ വിളിച്ചിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത്. ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് പറയാൻ മറന്നുപോയി. അതുപോലെ തന്നെ ഇത് വന്നിട്ടൊരു ലെബനീസ് റെസ്റ്റോറൻ്റാണ് ലൈബീരിയയിലുള്ള. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മെനു നോക്കിയ സമയത്താണ് കാണുന്നത് ഇവിടെ ചിക്കൻ ബിരിയാണി ചെയ്യുന്നുണ്ട് ഇവർ, അതുപോലെ തന്നെ തന്തൂരി ചിക്കനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് നല്ല റിവ്യൂ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഗൈസ് അങ്ങനെ ഫുഡ് എത്തിയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുന്നതാണ് തന്തൂരി ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, തന്തൂരി ചിക്കൻ, ബ്രെഡ്, ഇങ്ങനെ ഇത് മൂന്നും കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ വന്നിട്ട് ഗാർലിക് സോസ് തന്നിരിക്കുന്നത്. ഇത് റൈറ്റയും ബിരിയാണിയും കൂടിയാണ് ബിരിയാണീൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഞങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസ് എക്സ്ട്രാ പറഞ്ഞതാണ്, അത് ദർശുവിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നത്. ഇവർ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്, കാണാം ഇതിനകത്ത്. അതുപോലെ തന്നെ റൈസ് അടിപൊളിയാണ്, തന്തൂരി അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും. അതുപോലെ തന്നെ സോഫ്റ്റാണ് ചിക്കൻ. അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അടിപൊളി ഭക്ഷണമായിരുന്നു, ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഇവിടെ വരുമ്പോൾ. ഇതൊരു ലെബനീസ് റെസ്റ്റോറൻ്റ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ഭക്ഷണം, നമ്മളൊരു ബിരിയാണി സ്റ്റൈൽ ആയിരിക്കുമോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ മസാലയോട് ചേർന്നിട്ടുള്ള ഏകദേശം മസാലകളാണ് ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല മസാലയായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ചെയ്തു. അതുപോലെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു. അതുപോലെ തന്തൂരി ചിക്കൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ തന്തൂരി അല്ല, ഇവർ ചിക്കൻ ടിക്കയാണ് ഇവർ ഉദ്ദേശിച്ചത്. ചിക്കന് നമ്മുടെ നാട്ടിൽ ടിക്ക ഇവർ തന്തൂരിയാക്കി ഇത്രയേ ഉള്ളൂ. പക്ഷേ ഓവറോൾ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ വന്നിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ്. കാരണം വലിയ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണത്തിൽ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ഫുഡ്, നമുക്ക് എപ്പോഴും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിന് അതൊരു മാറ്റം ഉണ്ടാവും. നല്ല രസമായി എന്തായാലും, എല്ലാവർക്കും എൻജോയ് ചെയ്തല്ലോ. അപ്പോൾ ബാക്കി ഇനിയിപ്പം ആരെങ്കിലും ദർശിവിളിനെ കഴിക്കണം. ദർശി ഇടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടാക്കി, നമുക്ക് കഞ്ഞി ഓർഡറും കറി കഴിക്കാൻ. അപ്പോൾ ആരും ഫോക്കസ് ചെയ്തില്ല കാര്യം, പക്ഷെ ഞാൻ നന്നായി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതോടെ കുഴപ്പമില്ല, അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. ഇവിടെ വരുന്ന സമയത്ത് ബാക്കി നാട്ടിലുള്ള ആൾക്കാരോട് പറയാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വരികയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്പേസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴേക്ക് പോകും. താഴെ ദർശുവിന് കളിക്കാൻ കുറച്ച് സ്പോട്ടുണ്ട്, ഞങ്ങളെ വരുമ്പോൾ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ നിന്ന് പോയി കുറച്ച് നേരം ദർശുവിനെ കളിപ്പിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് താഴേക്ക് പോകാം. ഓക്കെ, നമ്മളങ്ങനെ താഴേക്ക് പോവാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി.
ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതാ ദർശക കുറച്ചനെ കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കാറിലേക്ക് എത്തി. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണെന്ന് കാര്യമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾ കരുതുകയാണ്. എന്താ ഞങ്ങൾക്ക് അറിയില്ല, കാരണം ഞങ്ങൾക്ക് നിങ്ങളെ കമൻറ്റുകൾ കിട്ടുമ്പോഴുള്ളൂ ഞങ്ങൾക്ക് അറിയുള്ളൂ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോ നന്നാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ നിങ്ങൾ ഞങ്ങളെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ ഞങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത വീഡിയോസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും സന്ധിക്കും വരെ വണക്കം.